അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളും ബന്ധുമിത്രാദികൾ, നമ്മുടെ മഹല്ലത്തിലെ മഹബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സത്യവിശ്വാസികൾ തുടങ്ങിയവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുമാറാണ്. അതിൻ്റെ സ്വീകാര്യത കൊണ്ട് അവരുടെ പാരത്രിക ജീവിതം സന്തോഷകരമാക്കുകയും അവരെയും നമ്മയും ഒന്നാമത്തെ ജന്നാത്തിൽ കൊണ്ടുവച്ച് വെക്കുകയും ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل وسلم على رسولك سيدنا محمد وعلى آله سيدنا محمد. اللهم وصل ثواب ما قرأناه هدية إلى حضرة روح نبينا محمد صلى الله عليه وسلم وإلى حضرات الأنبياء والأولياء والشهداء والصديقين والصالحين وإلى حضرات آبائنا وأمهاتنا وسائر أقاربنا وأساتذتنا ومشايخنا وأمواتنا وإلى حضرات المدفونين في هذه المحلة من المؤمنين يا رب العالمين. اللهم اجعل ما قرأناه ابتداء وفقاك لنا ولهم من النار وما بيننا وبينهم في جنات النعيم. اللهم يسر عسيرنا وسهل أمورنا وقض حاجاتنا وبلغ آمالنا واسلم مقاصدنا واشفنا واشف مرضانا وبارك لنا في جميع أمورنا وفي مجلسنا واجتماعنا هذا خاصة يا رب العالمين. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا علينا. اللهم اعتق رقابنا ورقاب والدينا وازواجنا واولادنا واقاربنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ارحمنا وارحم والدينا وارحم من يرحمنا وارحم موتانا وارحم من نبيناهم وارحم جميع المسلمين بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. മഹത്തായ വേദിയുടെ അധ്യക്ഷൻ മഹല്ല് പ്രസിഡന്റ് കെ മാസ്റ്റർ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സമസ്തകാല ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പർ ഉസ്താദ് വഹാബുദ്ദീൻ ഉസ്താദ് അവர்களுം വേദിയിലുള്ള മഹല്ല് ഖത്തീബ് സാലിഹ് ഉദവി അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികൾ, അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് വീണ്ടും ഒരു റമദാൻ സമാഗതമായിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധ റമദാനിൽ കൂടി നമ്മൾ സംഗമിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് കണ്ടറിഞ്ഞുകൊണ്ട് നൽകിയ ഒരു നിഅമത്താണ് പരിശുദ്ധമായ റമദാൻ മാസം. കഴിഞ്ഞ 11 മാസമായി ചെയ്തു കൂട്ടിയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും തിന്മകളും ഒക്കെ കഴുകിക്കളയുന്ന ഒരാത്മസംസ്കരണത്തിന്റെ മാസമാണ് പരിശുദ്ധ റമദാൻ. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയുടെ 30 ദിവസം കൊണ്ട് കടഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യനെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയുടെ സംവിധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ പരിശുദ്ധ റമദാനിലൂടെ സംവിധാനിച്ചിരിക്കുന്നത്. ഞാൻ ഈ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 3.5-4 പതിറ്റാണ്ട് കാലമായി നമ്മുടെ ഈ പള്ളിയിൽ വളരെ മനോഹരമായി ഇതുപോലെയുള്ള ദീനീയ ദഅവത്ത് പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നെടുങ്ങോട് ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട കാട്ടുമണ്ട കുഞ്ഞമ്മദ് മുസ്ലിയാർ, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, സ്വാലിഹ് ഉദവി വളാഞ്ചേരി, അതുപോലെ ബഷീർ ഫൈസി ആലുവ, അവരൊക്കെ നമ്മുടെ ഈ പള്ളിയിൽ ദീനീയ ദഅവത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ്. അൽഹംദുലില്ലാഹ് ഈ വർഷം അഭിയന്തനായ നമ്മുടെ കേരളക്കരയിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പള്ളിയിൽ ദീനീയ ദഅവത്തിന് നേതൃത്വം നൽകുന്ന സ്വാലിഹ് ഉദവി പൂതാവറുകൾ, നമ്മുടെ മഹല്ല് ഖത്തീബ്, 28 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ഇൻഷാ അല്ലാഹ്. മാതൃകാപരമായിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ പല മഹല്ലുകളിലും നടക്കാത്ത രൂപത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇവിടെ ക്ലാസുകൾ നടത്താൻ പോകുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് നമ്മുടെ വളാഞ്ചേരി ഹോളിൽ ഇർഷാദിന്റെ നഗറിൽ വെച്ചുകൊണ്ട് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തിൽ കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ക്ലാസ് ഉണ്ടാവും. നമ്മുടെ സ്ത്രീകളെ മുഴുവൻ അതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച മുൻഗാമികളൊക്കെ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദ് അവർകളാണ്. മഹാനവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ മഹല്ല് പ്രസിഡന്റ് KP മമ്മിക്കുട്ടി മാസ്റ്റർ അവർകളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ജബൽ മുസ്ലിയാർ, അതുപോലെ മറ്റു അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, മഹല്ല് ഭാരവാഹികളായ അഷർ തിയാറ്റിൽ യാസുദ്ദീൻ, അതുപോലെ സയ്യിദ് നബി ഹാജി, വീരാകുട്ടി ഹാജി, കമ്മൂട്ടി ഹാജി, അതുപോലെ വേദിയിലുള്ള എല്ലാ മഹല്ല് ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉസ്താദ് സ്വാലിഹ് ഉദവി അവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സത്യവിശ്വാസികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. ബഹുമാന്യരെ, അല്ലാഹുവിൻ്റെ ഭവനത്തിൽ നാം പരിശുദ്ധ റമദാൻ മാസത്തിലെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വന്നതാണ്. വർഷങ്ങളായി നമ്മുടെ പള്ളിയിൽ നടക്കുന്ന റമദാൻ പ്രഭാഷണം, അതിൽ ധാരാളം സമൂഹത്തിലുള്ള മഹല്ലുകളിൽ നിന്നെല്ലാം ആൾക്കാർ ഇവിടെ വരികയും ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. ഈ വർഷം ഈ പ്രഭാഷണം സൂറത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദ്, സാലിഹ് ഉദവി ഉസ്താദ് നമുക്ക് പ്രഭാഷണം ചെയ്യുന്നത്. വളരെ ഉപകാരപ്രദമായ നിലയിൽ നമുക്കത് ജീവിതത്തിൽ എന്നും പ്രയോജനപ്പെടുന്നതിൽ സംശയമില്ല. അള്ളാഹുവിൻ്റെ ഭവനത്തിലെ പരിശുദ്ധ മാസത്തിൽ എത്തിക്കാഫിൻ്റെ നെയ്യത്തോടുകൂടെ ഇവിടെ നിന്ന് എൽമിനെ കേൾക്കുന്നു എന്ന് തന്നെ ഏറ്റവും വലിയ ഒരു ഫضലാണ്. അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുകയും അത് നല്ലൊരു എൽമായി അവശേഷിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ
മുതൽക്കൂട്ടാണ്. അത് പാഴാക്കരുത്. അതിലെല്ലാവരും പങ്കെടുക്കണം, മക്കളെ പങ്കെടുപ്പിക്കണം. കാരണം ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളൊക്കെ പരീക്ഷ നടക്കുമ്പോൾ അതിൻ്റെ താഴെ കുട്ടികൾക്ക് ഒഴിവാണ്. അവരെ ഈ പ്രഭാഷണത്തിൽ പങ്കെടുപ്പിക്കണം. സ്ത്രീകളുടെ ക്ലാസ്സുകളുണ്ട്, അതിൽ പങ്കെടുപ്പിക്കണം. അതിൻ്റെ വിവരങ്ങളൊക്കെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട നദീവി ഉസ്താദാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹം ആഗോളാടിസ്ഥാനത്തിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. സമസ്ത കേരള കേന്ദ്ര ഉപദേശ സമിതി അംഗമാണ്. ദാൽഹുദ പുതുവികൾക്കെല്ലാം പുതുവികളെ വർഷങ്ങളോളമായി പുതുവികളെ വാർത്തെടുക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ മേധാവിയാണ്. വളരെ വർഷങ്ങളോളമായിട്ട് അവിടെ പഠനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ്. ഈ പുതുവികളുടെ എല്ലാം ഉസ്താദാണ്. പ്രത്യേകിച്ച് നമ്മുടെ അദ്ദേഹത്തിൻ്റെയും ഉസ്താദാണ്. അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രഭാഷണം വളരെ നല്ല നിലയിൽ അതിൽ പങ്കെടുക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോൽപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ റമദാൻ കഴിയുന്നതിനോടുകൂടെ നമ്മൾ പുതിയ ദർസാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ഏപ്രിൽ 12-ന് ദർസ് ഉദ്ഘാടനം ചെയ്യപ്പെടും. അതില് 63 ഹാഫിളീങ്ങളെ ഇപ്പോഴേ ആ ക്ലാസ്സിൽ ആ ദർസിലുണ്ട്. ഇനി ഈ വർഷത്തെ അഡ്മിഷൻ ആണെങ്കിൽ 70-ലധികം ഉണ്ടാവും. 3 മുദരിസുമാർ അതിലുണ്ടാവും. നമ്മുടെ സാലിഹ് സ്ഥാനം കൂടാതെ 3 ഉസ്താദന്മാരുണ്ടാവും. 4 മുദരിസുമാർ അതിലുണ്ടാവും. പിന്നെ ഡിഗ്രി വരെയുള്ള ക്ലാസ്സുകൾ എടുക്കാൻ ലെക്ചർമാർ വേറെ നമ്മൾ നിയമിക്കുകയും ചെയ്യും. ഇത്രയും വളരെ ഉന്നതമായ നിലവാരത്തിലുള്ള ഈ ദർസ് നമ്മൾ നിലനിർത്താൻ സാമ്പത്തികമായ ചെലവുകളുണ്ടെന്നുള്ളതിന് സംശയമില്ലല്ലോ. അവരുടെ ശമ്പളം ഏതായാലും നമ്മൾ വാടക വരുമാനത്തിൽ നിന്ന് തന്നെ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. പക്ഷേ നമുക്ക് അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മഹലിലുള്ള ആൾക്കാർ അത് എന്ത് ചെയ്യണം, നടത്തണം, സ്പോൺസർ ചെയ്യണം. നമ്മുടെ ക്യാൻറ്റീനാണ്. അപ്പൊ അത് നമ്മുടെ വീട്ടിലെ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോ നമ്മൾ വലിയ വിലപ്പിടിച്ച കളിക്കോപ്പുകളും അതുപോലെ പല സദ്യകളും ബിരിയാണികളും എല്ലാം നടത്താറുണ്ട്. ആ ഒരു ദിവസം ആ മക്കളുടെ ദീർഘായുസിനും ആഫിയത്തിനും അവർ നല്ല സാലിഹ്യങ്ങളായി വളരാനും വേണ്ടി ദുആ ചെയ്യുന്ന ഈ ദർസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട്. ദർസിലെ എല്ലാ സമയങ്ങളിലും ഖുർആൻ ദൗറ നടന്നുകൊണ്ടിരിക്കുന്ന ദർസാണ്. പിന്നെ ആദ്യത്തെ ദർസ് ഇഷാമയിലാണ്. അതിന് ശേഷം ഇഷാക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷമുള്ള ദർസ്, ആ ദർസിൽ നിന്ന് പ്രത്യേകം ദർസിൽ വെച്ച് പ്രാർത്ഥന നടത്തുന്നതാണ്, ദുആ ചെയ്യുന്നതാണ്. ആ ദുആയിലൊക്കെ പങ്കെടുത്ത് ഈ കുട്ടികൾ നന്നാകാൻ വേണ്ടി ഒരു ദിവസത്തെ ഭക്ഷണം 8000 രൂപയാണ് അതിന് നമ്മൾ നിശ്ചയിക്കുന്നത്. ഈ 80-ലധികം ആൾക്കാരുണ്ടാവും അതിൽ ഭക്ഷണം കഴിക്കാൻ. ഒരു ദിവസത്തെ ഭക്ഷണം ഈ കുട്ടികൾക്ക് ഉത്സാഹമായി കൊടുക്കുക. ഒരു ബർത്ത്ഡേക്ക് ഏറ്റവും പുണ്യമാണ്, ആ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരമാണ്, നമുക്ക് നാട്ടിൽ നല്ലതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ബന്ധപ്പെട്ടവർ മരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ആണ്ട് എല്ലാ വർഷവും ആണ്ട് നടത്തുന്നുണ്ട്. നമ്മുടെ ഉമ്മാടി വാപ്പാടി ആണ്ടിന്റെ ദിവസം ഒരു ദിവസത്തെ ഒരു ഭക്ഷണം കൊടുക്കുക, 8000 രൂപ കൊടുക്കുക. അതല്ലെങ്കിൽ അതിന് കഴിയില്ലെങ്കിൽ 2200 കൊടുത്ത് ഒരു ചാക്ക് അരി കൊടുക്കുക. സാധിക്കുന്ന മുതലാളിമാര് കഴിവുള്ളവര് എന്ത് ചെയ്യുക, 25000 രൂപ കൊടുക്കുന്ന ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുക, കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ് സ്പോൺസർ ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ റമദാനിക്ക് എങ്ങനെയാണെങ്കിലും ഒരു 100-120 ചാക്ക് അരി ഇൻഷാ അല്ലാഹ് സ്പോൺസർ ചെയ്ത് ഉണ്ടാക്കണം. മാസം കഴിയുന്നവർ ഒരു ചാക്ക് കൊടുക്കാൻ കഴിയാത്തൊരു അരച്ചാക്ക് വീതെങ്കിലും മാസം കൊടുത്ത് അങ്ങനെ. ഇനി അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു ചാക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമ്പോൾ അത് ഏറ്റവും അങ്ങനെ പങ്കെടുത്തുകൊണ്ട് ഈ ദർസിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ പുണ്യം നമുക്ക് ലഭിക്കുന്നു. ഈ നമ്മുടെ നാട്ടിൽ ഈ ദർസ് നിലനിൽക്കുന്നു. അതിലെല്ലാം എല്ലാവരും സഹകരിക്കണം. ഞാൻ തെറ്റിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങളിലേക്ക് ചെലവഴിക്കാനും നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെ നമ്മൾ ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മള് ആശ്ചര്യകരമായ ഒരു പുരോഗതി അതിലുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിശേഷിപ്പിച്ചതിൽ തന്നെ ക്ഷേമകരമായ സമയങ്ങളിലും വിഷമം പിടിച്ച സമയങ്ങളിലും ചെലവഴിക്കുന്നവരാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ വിശേഷണം നമുക്ക് അനുഭവിക്കാൻ, നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ വീട്ടിൽ വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين.
العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برمضان أما بعد. ബഹുമാന്യരായ അധ്യക്ഷരെ, കമ്മിറ്റി ഭാരവാഹികളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സാലിഹായ അമലായിട്ട് മുസ്ലിംമാരാണ്. സാലിഹായ അമലാണെന്നതിൽ സംശയമില്ല. കബൂലിനെ നമ്മൾ ചോദിക്കണം. പള്ളിയിലിരിക്കലെ എത്തിക്കാഫിനുണ്ടായാൽ വലിയ പുണ്യമാണ്. ഒരു 5-10 മിനിറ്റ് എത്തിക്കാഫ് ഇരുന്നാൽ വലിയ പുണ്യമുണ്ട്. അങ്ങനെ ഒരു 5-10 മിനിറ്റുള്ള സമയം എന്ന് പറയാം. ഹുവാഖനാക്കാന്നാണ് അതിന് വിശദീകരണത്തിന് സമയമില്ല. ഒരടിമയെ മോചിപ്പിച്ചവന്റെ കൂലിയാണ്. അടിമയെ മോചിപ്പിക്കാൻ വലിയ കൂലിയുണ്ട്. ഖുർആനിലും ഹദീസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധ്യക്ഷന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എത്തിക്കപ്പോഴുകൂടി ഇരിക്കുകയാണ്. ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ശേഷം വന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ പള്ളിയിൽ എത്തിക്കാഫിനെ കരുതി എന്നൊരു വിചാരം നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. ഇവിടെ മാത്രമല്ല, ഏത് പള്ളിയിൽ കിടക്കുമ്പോഴും നമ്മുടെ ഒരു രീതിയായി മാറും. എന്നാൽ പിന്നെ അവിടുന്ന് ഇറങ്ങുന്നത് വരെ ആ വകയിൽ സെപ്പറേറ്റ് കൂലിയാണ്. എന്നാൽ കേൾക്കാൻ വന്നാണെങ്കിൽ കെസിന് കൂലി വേറുണ്ടാവും, ഖുർആൻ ഓതിയിൽ അതിന് കൂലി വേറുണ്ടാവും, ഇത്രയല്ലേ സലാത്തിൻ്റെ അതിന് കൂലി വേറുണ്ടാവും. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല തഖ്വ ബോധം വേണം. അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുള്ളൂ. പഠിച്ചവനെ പേടിയെന്ന് അതിനകത്ത് പറഞ്ഞു. അത് അല്ലാഹു തആല ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹു അമലുകൾ കബൂൽ ചെയ്യൂ. അതാണ് ഞാൻ പറഞ്ഞ തഖ്വ ബോധം. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് എന്ന വിചാരമുണ്ടാകും. ഖുർആനിലെ ജിന്നുകളെയൊക്കെ മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പൊ ചിലപ്പോൾ സാധാരണക്കാരായ അല്ലെങ്കിൽ ഈ വിഷയത്തെ പറ്റി കാഴ്ചപ്പാട് കുറഞ്ഞ ആളുകൾ വിചാരിക്കും, എങ്ങനെ ഇപ്പൊ 24 മണിക്കൂറും ഇബാദത്തിലായി കഴിയുക. ഇനി ഇബാദത്ത് എന്നാൽ മനസ്സിലാക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്. നമ്മളിൽപ്പെട്ട ഒരാൾ രാവിലെ വന്ന് ഞാൻ പപ്പും അങ്ങാടിയിൽ വീട് തുറന്ന് അവിടെ കച്ചവടം നടത്തുന്നു, വൈകുന്നേരം അടിച്ചു പോകുന്നു, അതൊരു ഇബാദത്താണ്. വേറൊരാളെ പാടത്ത് ഇറങ്ങി കൃഷി ചെയ്യുന്നു, രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ കൃഷിപ്പണികൾ ചെയ്യുന്നു, അതും ഇബാദത്താണ്. അവനവൻ്റെയും കുടുംബത്തിൻ്റെയും ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള ജീവിതകാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പം ഈ പറഞ്ഞ 2 ഉദാഹരണം. ഉദ്യോഗമാണെങ്കിൽ അങ്ങനെ തന്നെ, എളുപ്പമാണെങ്കിൽ ആ നിയതല്ല. പഠിച്ചതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അള്ളാഹു റസൂൽ നിരോധിച്ചതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഈ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു മനസ്സിലുള്ള ചിന്ത, മനസ്സിൽ നിന്നുണ്ടാകുന്ന ചിന്തയോടുകൂടി നിയ്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ട പ്രവൃത്തി. അപ്പോൾ ആയതിന് അർത്ഥം മനസ്സിലാവും. ഉറങ്ങുന്ന വിവാദമാണ്. കാരണം ഉറങ്ങിയില്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. ആരോഗ്യത്തിന് ഹാനികരമാകുന്നതോട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം, ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വേണം, അന്നപാനാദികൾ വേണം. അത് വിവാദത്താണ്. അത് ഇബാദത്താണ് എന്നതിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലക്ഷണമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നടത്തുന്നത്. തീറ്റ അവസാനിച്ചാലോ ഭക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അങ്ങനെ പല ദിക്റുകളും വരുന്നുണ്ട്. ഈ ദിക്ർ പറഞ്ഞാൽ ഇബാദത്തിനെ സംബന്ധിച്ചാണ്. അപ്പോൾ കക്കൂസ് പോണ വിവാദം മനസ്സിലാവും,
ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് കിടക്കണതിന് മുമ്പ് ദിക്റില്ല. ശുചീകരണം കഴിഞ്ഞാൽ പ്രത്യേക ദിക്ർ അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അൽ-അദാ വഅഫാനി. അവിടെ ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അൽ-അദാ വഅഫാനി. ശൗചം കഴിഞ്ഞാൽ, ശുചീകരണം കഴിഞ്ഞാൽ അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. എങ്ങനെ ഇബാദത്തായി? പോകാതിരുന്നാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടായാൽ പോകണം, പിടിച്ചു വെക്കാൻ പാടില്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. എന്നൊരായത്തിലും അതാണ് അതിന്റെ തെളിവ്. ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന ഹാനികരമാകുന്ന ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ഗുരുതരമായ കുറ്റമായത്. അതീവ ഗുരുതരമായ കുറ്റമാണ് ആത്മഹത്യ. ഇന്നലെ ഏതാ കുറ്റം ഇല്ലാത്ത ഒന്നും അറിയില്ല. 10 വയസ്സ് കുട്ടി ആത്മഹത്യ ഞാൻ തോന്നുന്നത്. ആളുകളെ കൊല്ലുക അത് വിഷയമല്ല. സാമാന്യം നല്ല ഞാനൊരു ചുറ്റിക കരസ്ഥമാക്കുക, നല്ല അരിയെ തിരികെ ചെന്നിട്ട് വീട്ടിൽ ആരൊക്കെ തലക്കടിച്ചിട്ടില്ല. ഏത് നിർമ്മാണത്തിലേക്കാണ് മനുഷ്യ സമൂഹം സഞ്ചരിക്കുന്നത് മനസ്സിലാവും. ഇതാലോചിക്കും. സംഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാ ദിവസവും പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക എന്നത് ഓരോ മുസ്ലിമിനും ബാധ്യതയുള്ള കാര്യമാണ്. ചെയ്യപ്പെടാത്തതുകൊണ്ടാണ്. നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക നിങ്ങളുടെ മുഖമുദ്രയാണ് എന്ന് ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ മൗലിക ലക്ഷണമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അത് ചെയ്യണില്ല. അവനെ മക്കളും കുറ്റപ്പെടുകയാണെങ്കിൽ കുട്ടികളല്ലേ ചാലഞ്ചാണ്. ഗുരുനാഥന്മാരെ മുന്നിൽ വെച്ച് കുട്ടികളെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ കുട്ടികളല്ലേ ശരിയായി പോകുന്നുണ്ട്. അല്ലെങ്കിൽ സാരമില്ല. അങ്ങനെ ഇന്ന് ഈ കാണുന്ന പോലത്തിലായി നമ്മൾ വന്നത്. എല്ലാവരും ഞങ്ങൾ വന്നത് ബാക്കിയുള്ളവരല്ല. നമ്മളെ ആദ്യം പരിഗണിക്കണം. അപ്പൊ അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവിടെ ഒരു നായക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വഭാവകാശിയാണ്. വളരെ പ്രസിദ്ധമായ കഥയാണ്. മഹാനായ മുസ്തഫ പഠിപ്പിച്ചതാണ്. അവളൊരു ദുർനടപ്പുകാരിയായിരുന്നു എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം കൊണ്ട് പറയുന്നത്. ബഗിയ്യുൻ മിൻ ബഗായാ ബനി ഇസ്രായീൽ എന്നാണ് അവളെ അതിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇസ്രായേലിലെ ഒരു ദുർനടപ്പുകാരിയായിരുന്നവര്, വേശ്യയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പണി ചെയ്തതിൽ 100% 100% പഠിച്ചവന്റെ പൊരുത്തം അല്ലെങ്കിൽ ഇഖ്ലാസ് ആണ് അവർക്കുണ്ടായത്. വളരെ ശക്തമായി വിഷം അനുഭവപ്പെടുന്ന നായയെ കണ്ടു. ഒരു മരുഭൂമിയിലെ ജലാശയത്തിന്റെ അടുത്തുനിന്ന് അവിടുന്ന് അവിടെ സാഹസപ്പെട്ടതിന് വെള്ളം പൊട്ടിച്ചു നമ്മൾ കഥ ഞാനിത് കളഞ്ഞില്ല. അപ്പൊ അവരുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തു. ഒരു മനുഷ്യന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കണമെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചത് ഏത് കാര്യം ചെയ്യുമ്പോഴും സദുദ്ദേശ്യം വേണം. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മഖ്ബൂലിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ നമ്മൾ പരിശുദ്ധ റമദാനിൽ പ്രവേശിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി സവിശേഷമായി സംവിധാനിക്കപ്പെട്ട ആവിഷ്കരിക്കപ്പെട്ട ഒരു സൽക്കർമ്മമാണ്, അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷനാണ്, ഒരു കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മാസക്കാലമാണ് റമദാൻ. മുമ്പുള്ള ജനവിഭാഗങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നു.
പക്ഷെ അത് റമദാൻ നമ്മൾ അതിന് പ്രവർത്തിക്കുന്ന പോലെ ഒരു മാസത്തിന്റെ 1-ാം തീയതി മുതൽ അതിന് 30-ാം തീയതി വരെ പ്രവർത്തിക്കുക എന്ന രീതി ഉണ്ടായി. നമ്മുടെ ശരീരത്തിന് വേറെ പല നോമ്പുകളുണ്ട്. എല്ലാ മാസം അയ്യാമുൽ ബീർ എന്നാണ്. അയ്യാമുൽ ബീർ എല്ലാ തിങ്കളും വേണം നോമ്പ് സുന്നത്ത്. ഇങ്ങനെ പല സുന്നത്ത് നോമ്പുണ്ട്. നമുക്ക് റമദാനിൽ ഫർദായി നിശ്ചയിച്ചു, മറ്റുള്ള ഇന്നത്തെ പറഞ്ഞൊക്കെ ഉദാഹരണമായി സുന്നത്ത് നോമ്പുകളായി നിശ്ചയിച്ചു. റമദാനാണെങ്കിൽ ഒരുപാട് സവിശേഷതകൾ, മഹാസൗഭാഗ്യങ്ങൾ ആ സമയത്താണ് അള്ളാഹു നിശ്ചയിച്ചത്. ഖുർആനിലുള്ള പൗരാകളുടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫല്യസും വമൻ കാന മരീദൻ ഔ അലാ സഫർ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. നോമ്പ് അല്ലാഹു നിങ്ങൾക്ക് നിയമമാക്കി. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവ്വിക സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കും നിർബന്ധമാക്കിയിരുന്നത് പോലെ. നോമ്പ് എന്ന വിഷയത്തെ മൗലികമായി അടിസ്ഥാനപരമായി പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. മുമ്പുള്ളവർക്ക് നോമ്പ് ഉണ്ടായിരുന്നമാതിരി നിങ്ങൾ അവർ നോമ്പ് നോക്കിയിട്ട് ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്നും പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ദിവസങ്ങൾ പോരായിരുന്നു നമ്മുടെ ദിവസങ്ങൾ. ഏതാണെങ്കിലും ആ നോമ്പിന്റെ നിയമനത്തെ പറ്റി, നോമ്പ് നിർബന്ധമാക്കിയതിനെ പറ്റിയുള്ള കാരണം പിന്നെ പറയുന്നില്ല. എല്ലാവർക്കും മുത്തശ്ശിപ്പോകും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാവർക്കും സത്യം അള്ളാഹുവിനുള്ള കടപ്പാടുകൾ വിധേയത്വം നിർവഹിക്കുന്നവരാകണം നിങ്ങൾ. നോമ്പലിലൂടെയാണ് സാക്ഷാത്കൃത. ആദമുൽ അർവാഹ് മനുഷ്യരെ അള്ളാഹു പരീക്ഷിച്ചൊരു സംഭവം. പല നന്മകളും ചെയ്തു കൊടുത്തിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചു. നീ തന്നെയാണ്. ഞാൻ തന്നെ മറുപടി പറഞ്ഞു. അവസാനം അള്ളാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിച്ചു. വിശന്നാൽ വഴങ്ങും മനുഷ്യൻ. അവിടെ എന്താ സംഭവിച്ചത്? എന്നിട്ട് അള്ളാഹു തന്നെ ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞങ്ങൾ റബ്ബല്ലേ? ആരും വരാം. പഠിച്ചാൽ ശരിയാണ്, ഇത് നിങ്ങൾ റബ്ബ് തന്നെയാണ്. ഇപ്പൊ ആലമുൽ അർവാഹ് എന്ന്, അഥവാ ആത്മാക്കളുടെ ലോകം എന്നാണ് ആലമുൽ അർവാഹ് എന്നാണ് പദത്തിന്റെ അർത്ഥം. മനുഷ്യകോലത്തില് മനുഷ്യരൂപത്തില് മാതാവ് പ്രസവിച്ച് ഭൂതലത്തിലേക്ക് വരുന്നതിൻ്റെയും മുമ്പ്, ആദം നബി അലൈഹി സ്വലാം സ്വർഗ്ഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ലോകം ഉണ്ടായി. അതാണ് ആലമുൽ അർവാഹ്. റൂഹിൽ നിന്ന് അല്ലേ, റൂഹ് പോവുക, റൂഹ് പിരിഞ്ഞു. റൂഹിൽ നിന്നാണ് ബഹുവചന അർവാഹ്. ആലമാണ് ലോകം, ആലമുൽ അർവാഹ്. അങ്ങനെയാണ് വിശപ്പിലൂടെയുള്ള പരീക്ഷണത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമൽ അല്ലാഹു നിശ്ചയിക്കും. നിസ്കാരത്തിൽ അങ്ങനെ കുറേ ഉണ്ടാവും. സകാത്ത് കൊടുക്കണേനുണ്ടാവും, സദഖ ചെയ്യണേനുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നതിന് ഗുണങ്ങളുണ്ടാവും, എല്ലാം. അപ്പൊ അതാണ് റമദാൻ. റമദാൻ എന്ന ഈ മാസത്തിന് പേര് വന്നതിന് റമദ എന്നാണ് അറബിയിൽ പറയുന്നത്. റമദ, ഇതിന് റമദാൻ, റമദാൻ എഴുതുന്നു. കരിച്ചു കളയാണ് അതിന്റെ അടിസ്ഥാനപരമായ. മനുഷ്യന്റെ പാപങ്ങളൊക്കെ നിശേഷം കരിച്ചു കളഞ്ഞിട്ട് വളരെ പരിശുദ്ധനാക്കി മാറ്റിയിടും. നമ്മുടെ കൂലി വളരെ വലിയതാണ്, വളരെ വലിയത്. അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹു തആല പറഞ്ഞ ഖുർആനില്ല, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു. അതിനാണ് ഖുദ്സിയായ ഹദീസ് പറയുന്ന നബിയാണ്. പക്ഷെ മാന ആശയം അല്ലാഹു തആല പറഞ്ഞു. അതിൽ പറഞ്ഞത് കുല്ലു അമലി ബനി ആദമ ലഹു ഇല്ല സ്വം. മനുഷ്യൻ ചെയ്യുന്ന സർവ്വ കർമ്മങ്ങളും അവനുള്ളതാണ്.
നിൽക്കേച്ചാൽ എൻ്റെ കൂലി ഓനുള്ളതാണ്, ദാനം ചെയ്താൽ എൻ്റെ കൂലി ഓനുള്ളതാണ്. എല്ലാം അല്ല. ഇല്ലാസം നോക്ക് അങ്ങനെയല്ല, മാറ്റി നിർത്തണം. ഇതിന്റെ വ്യതിരിക്തത, പ്രാധാന്യം, ഇതിന്റെ പ്രസക്തി മനസ്സിലാക്കാനുള്ള ഒരു ശൈലിയാണ്. ഇല്ലസം നോമ്പ് ഒഴിച്ചു, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ തന്നെയാണ് ആ നോമ്പിന് പ്രതിഫലം കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കണം. മറ്റൊക്കെ നിൽക്കാലത്തും പെട്ടെന്ന് തന്നെ പോകില്ല, സദായതിനും ഒന്നിനും പോകില്ല, എത്തിക്കാലത്തൊന്നും ഒന്നിനും പോകില്ല. 4-5 കുട്ടികളുള്ള ഒരാള് എൻ്റെ മോനാണ് ചിലപ്പോൾ പറയാൻ ഉൾപ്പെടാൻ വേണ്ടി, ബാക്കിയുള്ള 4-5 മക്കൾ തന്നെയാണ്. അപ്പൊ അത് പ്രത്യേകമായി എടുത്തു പറയാന്നുള്ളതാണ് അതിന് മുറാദ്. ഇത് അള്ളാഹു തആല ആ വാക്കിലൂടെ തന്നെ അള്ളാഹുവിന്റെ അധ്യാപനം എന്ന നിലയ്ക്ക് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. തങ്ങളത് ലോകത്തോട് വിളിച്ചു. അതിനെ ഉസ്താദ്മാർക്ക് കണ്ടാൽ അറിയാം. തുടങ്ങുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവീഹി അൻ റബ്ബി, മുത്തനബി പറഞ്ഞു ഫീമാ യർവീഹി അൻ റബ്ബിഹി, മുത്തനബിയുടെ റബ്ബിൽ നിന്ന് ഉദ്ധരിക്കുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിലാണ് പറഞ്ഞത്. സാധാരണ ഹദീസിനാണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അള്ളാഹ് പറഞ്ഞിട്ടാണ് എല്ലാ ഹദീസിന്റെയും ആശയങ്ങള്, സംഗ്രഹങ്ങള്, ഉദ്ദേശ്യം ഒക്കെ മുത്തനബി പറയാം. പക്ഷെ സാങ്കേതികമായ ചില വ്യതിരിക്തതകൾ, വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. ഏത് അങ്ങനെ മനുഷ്യൻ ചെയ്താലും പഠിത്തം തന്നെ കൂലി കൊടുക്കുക. പഠിത്തനുള്ളതിനാണ് നമ്മൾ പറയുന്നത്. നിസ്കരിക്കുന്ന ജീവിതമുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ഈ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല അങ്ങനെ പറഞ്ഞത്. കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സ്വൗം ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, ഞാൻ തന്നെയാണ് നോമ്പ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവരാണ് നോമ്പ്. അങ്ങനെയുള്ള സവിശേഷത ഉള്ളത് കൊണ്ട് തന്നെയാണ് മുൻപ് കഴിയുമ്പോൾ മുഴുവൻ ശരീഅത്തിന്റെയും ആളുകൾക്ക് നോമ്പ് നിർബന്ധമായി. നിസ്കാരം, നോമ്പും, ദാനധർമ്മങ്ങളും മറ്റു പല കർമ്മങ്ങളും മുൻ ശരീഅത്തുകളിൽ ഉണ്ടായിരുന്നു. ശരീഅത്താണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത്, ഈസാ നബി അലൈഹി സ്വലാമിന് വേറൊരു ശരീഅത്ത്, മറ്റു മുസ്ലിങ്ങൾക്കൊക്കെ വേറെ ശരീഅത്ത്. ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലാ അമ്പിയാ മുസ്ലിങ്ങൾക്കും നമ്മൾ ശരീഅത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ശരീഅത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തനബിയെ പറ്റി പറഞ്ഞത് ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ثم جعلناك, അമ്മാണ് പിന്നെ എന്നാണ് ആദം നബി അലൈഹി സ്വലാം മുതൽ അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ട് മുമ്പ് വന്ന നബി റസൂൽ വരെയുള്ള എല്ലാ ആളുകൾക്കും ഓരോ ശരീഅത്തും നൽകിയിരുന്നു. ثم جعلناك, പിന്നെ തങ്ങളെ നമ്മളാക്കി. ഒരു പ്രത്യേക ശരിയാണ്. ثم جعلناك على شريعة من الأمر فاتبعها, അതുകൊണ്ട് ആ ശരീഅത്ത് തങ്ങൾ പിന്തുടരണം. ولا تتبع أهواء الذين لا يعلمون, വിവരമില്ലാത്ത ആൾക്കാരോരോ നിയമ വ്യവസ്ഥയൊക്കെ പറയും, നമ്മൾ പിന്തുടരാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുൻപുള്ള എല്ലാ ശരീഅത്തിലും ഇങ്ങനെ നോമ്പ് നിശ്ചയിച്ചിരുന്നത് വ്യത്യസ്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലുമായിരുന്നുവെങ്കിലും ആ ഇബാദത്ത് കൊണ്ട് കിട്ടുന്ന ഗുണം മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ട് കിട്ടും. അത് വിശപ്പും ദാഹവും സഹിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ അല്ലാഹുവിനെ അനുസ്മരിക്കും. അതാ ഭക്ഷണവും പാനീയങ്ങളും പിന്നെ കോളയും ജ്യൂസും ഒക്കെ ഇവിടെ പിന്നെ മറ്റേ യന്ത്രത്തിലുണ്ട്, ശീതീകരണ യന്ത്രത്തിൽ. ഫ്രിഡ്ജിലുണ്ടായിക്കൊണ്ട് അവിടെ ഇന്നതൊക്കെയാണ് ഉള്ളത് എന്ന് അറിയുന്ന ഒരാൾ തന്നെയാണ് അല്പം പറ്റില്ല. പഠിക്കാൻ പറഞ്ഞപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. അത്
നോമ്പ് തുറക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അതിന് തയ്യാറാക്കപ്പെട്ട് വെച്ചിട്ടുള്ളത്. ഈ സമയത്ത് ഉപയോഗിക്കുന്നില്ല. ഒറ്റ ഒരു വലിയ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ വലിയ ഒരു സ്ഥലത്ത് ഒറ്റക്കൊരാൾ നോമ്പനുഷ്ഠിച്ച് ഇരിക്കുകയാണെങ്കിൽ അവനെ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് റമദാൻ മാസത്തില് അന്നപാനാദികൾ ഉപയോഗിച്ചാൽ അള്ളാഹുവിന് വലിയ ക്രോധവും വിദ്വേഷവും കോപവും അനിഷ്ടവും ഒക്കെ ഉണ്ടാവും. കാരണം ഇവനെത്ര വയസ്സായി? 40, 60, 70. ഇവരിതുവരെ ആരോഗ്യപൂർണ്ണം ജീവിച്ചത് ഞാൻ നൽകിയ ആരോഗ്യം കൊണ്ട്, ഞാൻ നൽകിയ അന്നപാനാദികൾ കഴിച്ചാണ്. അത് നിശ്ചിത സമയത്ത് ഞാൻ കഴിക്കാൻ പാടില്ല, പിന്നെയോ കഴിക്കാറില്ല. വലിയൊരു ഗൗരവം. നമ്മൾ ഒരു യജമാനാന്ന് വിചാരിക്കാം, നമ്മളെ കെടുപ്പ് താഴെ ഒരു അടിമയുണ്ട് എന്നും സങ്കല്പിക്കാം. ഈ ഒരു അടിമ നമ്മൾ അവനെ എതിർ പ്രവർത്തിച്ചാൽ ഉണ്ടാവും. വെച്ചു നോക്കിപ്പോ നമുക്ക് അള്ളാഹുവിന്റെ അടിമയാണ്. ഈ അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ അതൊരു കുറവാണെന്ന് തോന്നുന്ന ചില ആൾക്കാരുള്ള ഞങ്ങൾ അനുഭവപ്പെടുന്നു. ഒരു മലയാളിനെ ബാക്കി ഞാൻ പറഞ്ഞില്ല. അയാൾ ചോദിച്ചു, ഉസ്താദ് ഈ അടിമ എന്ന് പറഞ്ഞാൽ അത് പറയുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റു പറയുന്നതിൽ എന്തോ ഒരു കുറച്ചിലുണ്ടോ? അയാൾ അള്ളാഹനെ മനസ്സിലാക്കിയിട്ടില്ല. ആണ് കുഴപ്പം. നമ്മളെ പറഞ്ഞു വിശദീകരിച്ചു. വലിയ ആളാണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല, സ്റ്റാറ്റസ് ഇല്ലാത്ത ആളല്ല, വലിയ സമ്പന്നനാണ്. അപ്പൊ അള്ളാന്റെ അടിമ എന്ന് പറയുമ്പോഴേ അതിന് അന്തസ്സ് കൂടുകയും രാജാവിന്റെ ഭൃത്യൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ PA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ PS എന്ന് പറഞ്ഞാൽ മുവാഫിലെ എന്ന് പറയുന്ന അറിയില്ല. ഇതിനോട് ചേർത്തി പറയുന്ന ഈ പദങ്ങൾ രാജാവിന്റെ, പ്രസിഡന്റിന്റെ PS, പ്രധാനമന്ത്രിയുടെ PA. അപ്പൊ അത് വലിപ്പം കൂടുകയാണ്. മാത്രമല്ല ആ ഒരു മന്ത്രിയുടെ ഒരുപാട് PAമാരുണ്ടാവും, അതിന് PS-മാരുണ്ടാവും, ഒരുപാട് ഡെസ്കിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്ക് വലിയ സ്റ്റാറ്റസ് ആയിട്ടാണ് പറയാം. ഞാൻ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫാണ്, MP-യുടെ സ്റ്റാഫാണ്. സ്റ്റാഫ് പറഞ്ഞാൽ ഈ പറഞ്ഞ മന്ത്രിന്റെ വലിപ്പനുസരിച്ച് സ്റ്റാഫിന്റെ എണ്ണം കൂടും. 50, 100, 200, 500 ഒക്കെ ഉണ്ടാവും. 500 ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്റ്റാഫാണ്. ഇവിടെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. സൗദി അറേബ്യയിലെ രാജാക്കന്മാരൊക്കെ ജലാലത്തുൽ മലിക് എന്നാണ് പേരിന് മുന്നിൽ ഹിസ് മജസ്റ്റി, ഹിസ് ഹൈനസ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ പ്രയോഗിക്കും. എന്നതുപോലെ അവർ ഉപയോഗിച്ചിരുന്നത് ജലാലത്തുൽ മലിക്, രാജാവിനെ പുകഴ്ത്താൻ ഏറ്റവും വലിയ പദം. ഏകദേശം 1980 ഫഹദ് രാജാവ് വന്നപ്പോഴാണ് ആ പേര് മാറ്റി. ആണ് ജലാലത്തുൽ മലിക് എഴുതുന്ന സ്ഥാനത്ത് എഴുതിയ പദം ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ. അറബി ഭാഷ അറിയാത്ത ആളല്ല, സൗദി അറേബ്യ ജനിച്ചവർക്കൊക്കെ അറിയാം. ഇത് രാജാവാണ്. ഈ ഹിസ് മജസ്റ്റി എന്നുള്ള പദം ഒന്ന് മാറ്റി വെച്ചിട്ട് അതിന്റെ അറബിയാണ് ജലാലത്തുൽ മലിക്. ഉദാഹരണം ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ, 2 വിശിഷ്ട ഹറമുകളുടെ സേവകൻ, ദാസൻ, ഭൃത്യൻ എന്ന പേര് അദ്ദേഹം. ഇന്നുവരെ അങ്ങനെ ശ്രദ്ധിക്കാറ്. അപ്പൊ 10-50 കൊല്ലത്തോളായി ഏകദേശം. ലോകത്തെ മുഴുവൻ ഉപയോഗിക്കപ്പെടുന്ന എലിസബത്ത് രാജ്ഞി, അവരെ പിന്നിൽ വന്ന ആള്, പിന്നെ യുകെന്റെ രാജാവാണ് ചാൾസ്. അടുത്ത കാലം വരെ എലിസബത്ത് മരിച്ചിട്ട് ഇപ്പോൾ 2 കൊല്ലം 3 കൊല്ലം ആയിരുന്നു. അതുവരെ ആണ് ചാൾസ് രാജകുമാരൻ എന്നുള്ള പേര്. ഇസ്ലാമിനെ പറ്റി നമുക്ക് മനസ്സിലാക്കിയാണ്. ഓക്സ്ഫോർഡ് സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം ഓക്സ്ഫോർഡ്. അവിടെ നിന്ന് 1993 ഇസ്ലാമിനെ വളരെ പ്രകീർത്തിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗം ചെയ്തതാണ് ചാൾസ്. ഞാൻ പറഞ്ഞു വരുന്നത് ചാൾസിന്റെ പേരിൽ മുമ്പിൽ ഈ പദം എഴുതണം.
ലോകത്ത് പലയിടത്തും രാജാക്കന്മാരുടെ എല്ലാ സ്ഥലത്തും അങ്ങനെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനം കാണാൻ, ഉയർച്ച ദർശിക്കാനുണ്ട്. ഷായർ പറഞ്ഞിട്ട് അറബി കവി ومما زادني شرفا وتيها وكدت بأخمصي أطأ الثريا دخولي في عبادك يا إلهي وأن صيرت أحمد لي نبيا ومما زادني شرفا وتيها എനിക്ക് ശ്രേഷ്ഠതയും സ്റ്റാറ്റസും അന്തസ്സും അഭിമാനവും ഒക്കെ ഉയർത്തി തരുന്നതാണ്. മാത്രമല്ല, ആ ഉയർച്ച പ്രകടിപ്പിക്കാൻ ഞാനിങ്ങനെ കാലിന്റെ മടങ്ങ് പൊന്തിച്ചു നിൽക്കുകയാണ്. പൊന്തി 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 സുറയ്യ നക്ഷത്രത്തിന്മേലെ മുട്ടണം എന്നാണ് ആഗ്രഹം. ആകാശം എന്തായി വലിപ്പം എനിക്ക് തോന്നാൻ കാരണം എന്റെ ഇലാഹായ പഠിച്ചവനെ, നിന്റെ അടിമകൾ എന്ന് പറഞ്ഞ ആ ലിസ്റ്റിൽ ഞാൻ പെട്ടിട്ടുണ്ടല്ലോ എന്നാലോചിച്ചു. എന്റെ അടിമകൾ അള്ളാഹു മനുഷ്യനെ പറ്റി ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും വലാ ഹും യഹ്സനൂൻ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിൻ റഹ്മത്തില്ലാഹ്. ഒരുപാട് സ്ഥലത്ത് യാ ഇബാദി യാ ഇബാദി, എന്റെ അടിമകളെ എന്നാണ്. അപ്പൊ അള്ളാന്റെ അടിമകളാവുന്നതിന് ഒട്ടും അന്തസ് കുറഞ്ഞു കാണേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അള്ളാഹുവിനെ മാത്രം മനസ്സിലാക്കിയാൽ ഈ അടിമയാവുന്നതിൽ അന്തസ് കൂടുള്ളൂ. ഈ കവി പറഞ്ഞ മാതിരി നമുക്കും അങ്ങനെ ഉണ്ടാവുള്ളൂ. രാജാവ് ചെയ്യുന്ന മുതലാണ് രണ്ട് ഷരീഫായ ശ്രേഷ്ഠമായ ഹറമിന്റെ ഭൃത്യനാകുക, സേവകനാകുക, ദാസനാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പദവിയാണ്. മക്ക മദീന രണ്ട് ഹറം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ കൊടുത്തു തരാൻ വേണ്ടിയാണ് അല്ലാഹു തആല റമദാൻ നിശ്ചയിച്ചത്. റമദാനിലെ നോമ്പ്, റമദാനിലെ സുന്നത്ത് നിസ്കാരങ്ങൾ, റമദാനിലെ ഖുർആൻ പാരായണം, റമദാനിലെ ഇഅ്തികാഫ്, റമദാനിലെ തഹജ്ജുദ്, മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ. ഇതൊക്കെ പ്രത്യേക ഒരു കാറ്റഗറി വേറെയാണ്, സാധാരണ നിസ്കരിക്കുന്നതല്ല. റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ റമദാൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു ഫർദ് ചെയ്യുന്ന കൂലിയാണ്. ഒരു ഫർദും സുന്നത്തോടെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാൽ, താരതമ്യം ചെയ്ത് നോക്കിയാൽ 70 സുന്നത്ത് ചെയ്യുന്നതിന്റെ കൂലിയാണ് ഒരു ഫർദിന് മിനിമം. പിന്നെ അതിന്റെ സാഹചര്യങ്ങൾ, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് കൂലി കൂടി കൂടി കൂടി. അപ്പൊ നമ്മൾ ഒരു തോന്നുമ്പോഴോ ഒരു 2 റക്അത്ത് സുന്നത്ത് ഇന്ന് നിസ്കരിച്ചാൽ അതിന്റെ കൂലി വേറെയാണ്. ചുരുങ്ങിയത് 70 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലി. എല്ലാ കാര്യങ്ങളും ഫാത്തിഹ മുതൽ ആരെങ്കിലും ഖുർആനിൽ ഖത്മ ഓതണം. ഖുർആൻ ഖത്മായിട്ടാണ് ഓതേണ്ടത്, തീർക്കേണ്ടത്. എപ്പോഴെങ്കിലും പള്ളിയിൽ വരുമ്പോൾ എവിടെയെങ്കിലും തോന്നുന്ന സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ട്, അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയപ്പോ എവിടെ ഇന്നിപ്പോ ഞാൻ എവിടെ നിർത്തിയതിനെ അവസ്ഥ അറിയാന്ന് വെച്ചാൽ അടയാളം നോക്കണ്ടേ. നല്ല ഓർമ്മശക്തിയുള്ള ആൾക്കാരാണെങ്കിൽ 135-ാം പേജിലാണ് ഉദാഹരണം. ഇതിന്റെ അവസാനം ഞാൻ ഉപയോഗിച്ചു 136-ാം പേജിൽ. അല്ലെങ്കിൽ ചെറിയ സ്ലിപ്പ് പീശി വെച്ചിട്ട് 6-38 അവിടെയാണ് അവസാനിപ്പിച്ചത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് വിചാരിച്ചാൽ വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പരിഗണന നൽകുന്ന ആൾക്കാരാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കൂടുതൽ പറയുന്നത് ഇപ്പൊ ഖുർആന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മുത്തനബി പരിഭവം പറയുന്ന ഖുർആൻ തന്നെയാണ്. എന്താ പരിഭവം? പഠിച്ചനെ എല്ലാ കൗമും ഈ ഖുർആനെ അവർ തിരസ്കരിച്ചു എന്നാണ്. സൂറത്തുൽ ഫുർഖാനിലാണ് ജുദു തുടങ്ങുന്നുണ്ട്. അതിന്റെ 1.5 പേജ് കഴിഞ്ഞു.
ആ പേജിലാണ് പറഞ്ഞത്. وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا. നബി പരിഭവം പറയും. قال الرسول يا ربي, എൻ്റെ പഠിച്ചവനെ, യാ റബ്ബി ഇന്ന ഖൗമി, എൻ്റെ ജനം, എൻ്റെ അനുയായികൾ, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, അഗണ്യ കൂടിയിൽ തള്ളി എൻ്റെ ഖൗം ഈ ഖുർആനെ. ഖുർആൻ ഓതുകയില്ല അവർ, ഖുർആനെ പറ്റി ചിന്തിക്കുകയില്ല അവർ, ഖുർആനിൻ്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല അവർ, തുടങ്ങിയുള്ളതൊക്കെ അതിൻ്റെ അവഗണനകളുള്ളത്. ഖുർആനാകട്ടെ നമ്മുടെ ഹൃദയം ദുഷിച്ചു പോകുന്നതിലും ചികിത്സിക്കുന്ന ഒരു ഒറ്റമൂല്യം. ഖുർആൻ ഓതിയ ഹൃദയത്തിന്റെ കാഠിന്യങ്ങൾ, ഹൃദയത്തിലുള്ള കുറ്റങ്ങൾ, ഹൃദയം കുറ്റം ചെയ്ത കറുത്തു പോകും. ആ കറുപ്പ് ദൂരീകരിക്കുന്നതിന് ഒക്കെ സഹായകമാണ്. ഹദീസുകളിലുള്ളത് മുസ്ലിമൊക്കെ പ്രസംഗിച്ചവർ പറഞ്ഞു, മനുഷ്യൻ ദോഷം ചെയ്യുമ്പോൾ അവന്റെ ഹൃദയം ഒരു കറുത്ത പൊള്ളി വരും, പിന്നെയും കറുത്ത പൊള്ളി വരും. അങ്ങനെ കറുത്ത് 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 കറുക്കുന്നതിനനുസരിച്ച് ഹൃദയം കടുത്തു പോവുകയും ചെയ്യും. കഠിന ഹൃദയരായ മനുഷ്യനെ നമ്മൾ കാണാറുണ്ട്. പത്രങ്ങളിൽ വാർത്ത വായിക്കാറ്. സ്വന്തം അനുജന് ഹോട്ടലിൽ പോയി മന്തി വാങ്ങി കൊണ്ടിട്ട് വാനം ചുറ്റി കൊണ്ട് താക്കടിച്ചു കൊണ്ടു. ഞാൻ അതേ കടുത്തു പോകും. 75-85 വയസ്സായ ഉമ്മാനെ ചുറ്റി കൊണ്ട് അടിച്ചു കൊടുക്കുക. ഹൃദയം കടുത്തു പോകും. ജൂതന്മാരുടെ യുദ്ധകുറ്റങ്ങൾ വായിക്കുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളെ നിർദാക്ഷിണ്യം, അതിക്രൂരമായി, കഠോരമായി കുട്ടികളെ വരെ കൊല്ലുന്ന സംഭവങ്ങൾ വായിക്കാറ്. ഹൃദയം കടുത്തു പോയത് അത് മുമ്പേ അങ്ങനെ ഖുർആനെ പറ്റി പറഞ്ഞു. ചെയ്തുകൊള്ളൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുത്തനബി പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയം കുറ്റം ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി വരും, പിന്നെ അതിൻ്റെ അടുത്ത് വേറെ കറുത്ത പുള്ളി വരും. കുറ്റം ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. അതിനനുസരിച്ച് ഈ തുണി കരിമ്പനടിക്കുക എന്ന് പറയും പഴയ ഭാഷ. കരിമ്പുള്ളി വീരാനാണ് മേനാണ്. കറുത്ത കറുത്ത പുള്ളികൾ വസ്ത്രങ്ങൾ എവിടെയെങ്കിലും നനവുണ്ടായി, ഈർപ്പമുണ്ടായി, ചുരുട്ടിട്ടാൽ കറുത്ത പുള്ളി. ഇങ്ങനെ ഒരു കുറ്റം ചെയ്താലും ഒരു കറുത്ത പുള്ളി ഹൃദയത്തിൽ. പിന്നെ മൂലം അങ്ങനെ അത് കറുത്ത പുള്ളി കൂടി 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 വന്ന് ഹൃദയം ആകെ കറുക്കും. തുടർന്ന് ഹൃദയം കടുക്കുകയും ചെയ്യും. അപ്പൊ ഈ നിമിഷം തങ്ങൾ ഈ പറഞ്ഞതിന്റെ ന്യായീകരണവും അതിന്റെ സാധുതയും എന്നല്ല അവരാലോചിക്കുന്നത്. കാരണം ചെവിയ പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ്. പിന്നെ അതിന്റെ സാധുത എങ്ങനെ ഈ കറുത്ത പുള്ളി അവിടെ വരുന്നത്, ഈ പുള്ളി പറയാൻ ആയതുകൊണ്ടെങ്കിൽ ഹൃദയം കറുത്തു പോകരുത് എന്നും ഒരു സംശയമുണ്ട്. പറഞ്ഞാൽ ഓക്കെ, അവർക്ക് വേണ്ടത് ഞാൻ പരിഹാരം. അവർ ചോദിച്ചു, നബിയെ എങ്ങനെയാണ് രക്ഷമില്ല? അപ്പൊ ശരിക്കും ഞങ്ങളുടെ അതിന്റെ ട്രെയിനിങ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വീട്ടിൽ സ്വകാര്യമായിട്ട് ഓടിയാൽ മതി. പള്ളിയിൽ വരുമ്പോൾ ഞാനെങ്ങനെ പൊട്ടിച്ചാടുന്നത് ആരും കാണണ്ടെന്നുള്ള ആശങ്കയുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറഞ്ഞ സമയം മാറ്റി രാവിലെ വൈകുന്നേരം സൗകര്യമുള്ള സമയം. പ്രയാസപ്പെട്ട ഖുർആൻ ഓതുന്നവർക്ക് 2 കൂലിയുണ്ട് ഹദീസിൽ. ഒന്ന് ആ ഖുർആൻ ഓതുന്നത്, 2 പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെ അത് നിർവഹിക്കാൻ അവർ സന്നദ്ധനായി എന്നാണ് രണ്ടാമത്തെ കൂലിയുടെ കാര്യം. അപ്പൊ എനിക്കൊരു ട്രെയിനിങ് കുറവാണ് എന്ന് കരുതി ആശങ്കിച്ച് പിന്നിട്ടുണ്ട്. നമ്മൾ മഹാഭാഗ്യമെന്ന കേരളത്തിലുള്ള നമുക്കും നമ്മുടെ മക്കൾക്കും മക്കളൊക്കെ ഖുർആൻ ഓതാനറിയാം. കേരളത്തിന് പുറത്തേക്ക് പോയാലേ നമുക്ക് തന്നെ 75 വയസ്സായ ഞാനും 45 വയസ്സായ എൻ്റെ മോനും, എൻ്റെ മോൻ്റെ 10, 15, 20 വയസ്സായ മോളും ഖുർആൻ അറിയില്ല. ഞമ്മക്കും വേറെ കുട്ടിയൊക്കെ ഇങ്ങനെ ഓതാൻ അറിഞ്ഞത് സംവിധാനം നമ്മളെ പൂർവികന്മാർ ചെയ്തു.
ദീനീ പ്രവർത്തനങ്ങളുടെ മഹത്വം അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പണി നമ്മളോട് ദാറുൽ അത്ഫാൽ ഉണ്ടാക്കിയെടുക്കാൻ അവിടെ പഠിക്കാൻ പറ്റില്ല. അത് വലിയ ആൾക്കാരെ കുട്ടികളെ നമ്മളോട് പഠിപ്പിക്കും. ഉദാഹരണം അപ്പൊ അതിന്റെ ഗുണഭോക്താക്കൾ വേറെ. മിക്ക സൽക്കർമ്മങ്ങളുടെയും അവസ്ഥ അവരെല്ലാം തലങ്ങളായിരിക്കും അതിന്റെ ഗുണഭോക്താക്കൾ. അവരുടെ അടുത്ത തലമുറയായിരിക്കും, ചിലപ്പോൾ അവരുടെ അടുത്ത നാട്ടുകാരായിരിക്കും, അടുത്ത വൻകരയിലുള്ള ആളുകളായിരിക്കും. അതിനത്തെ വലിയ മുസ്ലിം ദർശ തുടങ്ങി. ആഫ്രിക്കയിൽ നിന്നുള്ള കറുത്ത തൊലിയുമായി ഉണ്ടായിരുന്ന നിരവധി അടിമകളായിരുന്നു അവിടുത്തെ വിദ്യാർത്ഥികൾ. സൽമാൻ ഭരിച്ചുകൊണ്ട് പേർഷ്യക്കാരനായ സൽമാൻ ഉപയോഗമാണ്. ലോകത്തുള്ള ഏത് സംരംഭവും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ദീനീ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നിലുണ്ടാകും. സ്വാഗതപ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെടും. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ നാട്ടുകാരായ മറ്റു ആളുകൾക്ക്, അന്യ നാട്ടുകാരായ ആളുകൾക്ക് ഇപ്പോൾ ദർശനമുണ്ട്. ഏപ്രിൽ 12 ദർശനത്തിന്റെ ആരംഭം, പുനരാരംഭം എന്ന് പറഞ്ഞാൽ പുതിയ ദർശനം നേരത്തെ ഉണ്ട്. അതിപ്പോ വിവിധമായുള്ള കുട്ടികളാണ് പഠിക്കാൻ വരുന്നത്. അങ്ങനെ നേരത്തെ പറഞ്ഞ അതിന്റെ പൂർവികന്മാരായ ഉസ്താദന്മാരുടെ ഒക്കെ അനുഭവത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അതിനൊക്കെ കൂലി നമ്മളെ അക്കൗണ്ടിൽ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ തന്നെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇത് നമ്മൾ അള്ളാഹിനെ ഡെപ്പോസിറ്റ് ചെയ്യണം. സാലിഹായ അമലുകൾ ചെയ്ത് അള്ളാഹിനെ ഏൽപ്പിക്കണം. പഠനം നിനക്ക് വേണ്ടിയാണ്, നിന്റെ സൃഷ്ടികളുടെ ഉപയോഗത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യാണ്. അപ്പൊ ദീനീ ദഅവാ സംരംഭങ്ങൾ ഒരുപാട് ചെയ്യാൻ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജമാഅത്ത് ദാറുൽ ഹുദ നമുക്ക് വന്നിട്ടുണ്ടോ? 2.5 കോടി ഉറുപ്പിക ഒരു മാസം ചെലവഴിക്കും. 4000 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ചെലവുകൾ നേരിട്ട് നൽകിക്കൊണ്ടിരിക്കും. ആന്ധ്ര, ആസാം, ബംഗാൾ, കർണാടക, മഹാരാഷ്ട്ര 5 സ്റ്റേറ്റുകളിൽ ദാറുൽ ഓഫ് ക്യാമ്പസ്. അതിൽ പഠിക്കുന്നവർ അവിടെ തന്നെ ഉള്ളവരാണ്. ഇവിടുന്ന് കയറ്റിയേക്കണം. 1,60,000-ത്തിലധികം ചെറിയ മുസ്ലിം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ മദ്രസ, വിവിധ സ്ഥലങ്ങളിൽ. അവിടെ 9 മദ്രസ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ആയത്തോദ്യമായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ, നല്ല സുന്ദരമായ മസ്ജിദ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സ്ഥാപനം, അതുപോലെ വാഴ്, പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പങ്കാളികളാകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നഷ്ടപ്പെടുക ഒരു സ്വത്ത് ഒരാൾ ചെലവഴിച്ചാൽ അള്ളാഹിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ നഷ്ടപ്പെടും. മാത്രമല്ല അള്ളാഹു കാര്യമായ നമ്മളോടൊന്നും ചോദിക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഖുർആനിൽ? സെയിൽ ടാക്സ് എത്ര കൊടുക്കല്, ഇൻകം ടാക്സ് എത്ര കൊടുക്കല്, അതിന് പുറമെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നിർബന്ധ പിരിവുമായി കൊണ്ടുപോയി ഒക്കെ നമ്മൾ കൊടുക്കും. 2.5% ഒരു കൊല്ലം കഴിയുമ്പോൾ സക്കാത്ത് കൊടുക്കണമെന്ന വലിയ പേരാണ്. 2% 100 ഉറുപ്പിക ഉണ്ടെങ്കിൽ 2 ഉറുപ്പിക, 100 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ 2 ലക്ഷം. ഞാൻ നേരത്തെ പറഞ്ഞത് ടാക്സ് തുടങ്ങിയതൊക്കെ എത്രയോ മീന സൂപ്പർ ടാക്സ് വരെ. ഇത് അള്ളാഹുവിന് കൊടുക്കുക. ഒരു മുസ്ലിം കച്ചവടക്കാരനാണെങ്കിൽ മനസ്സിലായി ടാക്സ് കൊടുക്കണം, പഠിച്ചോണ്ടൊന്നും കൊടുക്കണം. പക്ഷെ ഇത് നഷ്ടപ്പെടുന്നില്ല, ഇത് നഷ്ടപ്പെടുന്നില്ല. തങ്ങൾ തന്ന ഉറപ്പാണ് അതിന് നിദാനം. എന്താ അവസ്ഥയെ പറയാൻ തെളിവ് അടിസ്ഥാനം എന്ന് വെച്ചാൽ പറഞ്ഞു. മാത്രമല്ല പല ആളുകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും.
അത് ഇന്ന വകയിലാന്ന് മോൻ മനസ്സിലാക്കാൻ കഴിയില്ലെന്നോ? അപ്പൊ അതുകൊണ്ട് ഖുർആൻ പാരായണത്തിന്റെ കാര്യം, അതുപോലെ ദീനി ദഅവത്തിന്റെ കാര്യം, ഇതൊക്കെ ഓരോ മഹല്ലത്തിലെയും ആളുകൾ സംയുക്തമായി തന്നെ ചെയ്യേണ്ടതാണ്. അതിനാണ് അവിടെ കമ്മിറ്റി സ്വന്തമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ അൽഹംദുലില്ലാഹ് റമദാൻ മാസത്തിൽ അല്ലാഹു തആല നോമ്പ് നിശ്ചയിച്ചത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാവും. എല്ലാ കൊല്ലവും ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് അതുകൊണ്ടാണ്. അനുസ്മരണം അടിമകൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഗുണകരമാണ്. അതൊക്കെ എല്ലാ റമദാനിലും ആയത്ത് വന്നുമ്പോൾ കുത്തിവാനേക്കും ചെയ്യാമെന്ന് ഞാമതി ആയത്തിന് എല്ലാം വരുമ്പോൾ അങ്ങനെ ആവർത്തനം എന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ മുഅ്മിനാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അത് പുതിയ ഒരു ചൈതന്യം ഉണ്ടാകും. അതൊക്കെ മുഅ്മിനാണോ, ഈമാനുള്ള ഹൃദയമാണോ അവന്റെ കൈവശമുള്ളത്, ആ ഈമാൻ ഉള്ള ഹൃദയത്തിന്റെ ഉടമയായ മനുഷ്യന് ഈ അനുസ്മരണം ഉപകാരം ചെയ്യും. ഖുർആനെ കുറിച്ചല്ലോ അതിലോ ആയത്തിനെ ചോദിച്ചല്ലോ, എവിടെ ആരും എവിടെ അമേരിക്കയിലാണെങ്കിൽ യൂറോപ്പിലാണെങ്കിൽ അത് മതി, ഇത് കുറവൊന്നുമില്ല. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ തഖ്വ എന്ന ചിന്ത പുനരുൽപാദിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ മാസം കൊല്ലത്തിൽ ഒരിക്കൽ ഒരു മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കാൻ നിർബന്ധമായി അനുവർത്തിക്കാൻ നിശ്ചയിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കൂടുതൽ പല ആൾക്കാരും എല്ലാ പ്രാവശ്യം എല്ലാ വ്യാഴ്ച നോമ്പെടുക്കുന്നുണ്ട്, അയ്യാമൽ നോമ്പെടുക്കുന്നുണ്ട്, അറഫാൻ ദിവസം നോമ്പെടുക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ പല നോമ്പുകളുണ്ട്. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അയ്യാമൻ മഅദൂദാത്തെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് നോമ്പ് അനുഷ്ഠിക്കുന്നുള്ളൂ. കുറഞ്ഞ പകലുകൾ, രാത്രി നോമ്പ് ചെയ്താൽ. പിന്നെ സ്ഥലത്ത് വളരെ മാസം കാണുക, അതുപോലെ നിയ്യത്ത് ചെയ്ത് അത്തരം കാര്യങ്ങളൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ പരമ്പര പ്രഭാഷണ പരമ്പരയിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അനുഷ്ഠിപ്പിച്ചു. പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വലുതായാലും നമ്മൾ അടിമകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. ഇത് നിഷേധിക്കാൻ ധിക്കരിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് പല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ ആൾക്കാരെ പഠിച്ചെടുത്ത ചരിത്രം നിരവധി തെളിവുകളുണ്ട്. ഖുർആൻ കുറെ കളിച്ചല്ലോ. അവസാനം ചെങ്കടലിന്റെ മണ്ണ് വരിക അവന്റെ വായിൽ അടക്കുക. മതി എന്റെ പ്രസംഗം. അവന്റെ മുമ്പുള്ള ആൾക്കാരുണ്ട്, അവന്റെ ശേഷമുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടില് നമ്മുടെ ഈ നൂറ്റാണ്ടിലുള്ള ആൾക്കാരുണ്ട്. ഈ നൂറ്റാണ്ടിലുള്ള ആൾക്കാർ മുന്നിൽ നോക്കാൻ പറ്റിയ നല്ലൊരു ഉദാഹരണമാണ് ടൈറ്റാനിക് ദുരന്തം. ടൈറ്റാനിക് ഒരു കപ്പലിന്റെ പേരാണ് ടൈറ്റാനിക്. ലണ്ടന്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്ത്, അതാ യുകെയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വേറൊരു രാജ്യമാണ്, അയർലൻഡ് എന്നാണ്. അയർലൻഡിന്റെ വടക്കേ അറ്റത്ത് ബെൽഫാസ്റ്റ് എന്ന സിറ്റി ഉണ്ട്, ചുറ്റുപാടും കടലാണ്. അവിടെ ഒരുപാട് കപ്പലുകളുണ്ട്. അങ്ങനത്തെ ഒരു കമ്പനിയിൽ നിന്നാണ് ടൈറ്റാനിക് എന്ന കപ്പൽ ഉണ്ടാക്കിയത്. അന്ന് വരെ ഉണ്ടാക്കപ്പെട്ട കപ്പലുകൾ ഏറ്റവും വലിയ കപ്പലാണ്. സത്യവിശ്വാസികൾ ഇതിൽ പാടുന്നതാണ് ഞാനത് പറയുന്നത്, വിശദമായിട്ട് പറയണില്ല. ഇതൊരു സംഭവമാണ്. ടൈറ്റാനിക് അവസാനം മുങ്ങിപ്പോണ് ചെയ്തത്. അതിന്റെ സ്മരണ പുതുക്കാൻ 5 നിലകളിലുള്ള വലിയ ഒരു സൂ മ്യൂസിയം ഈ പറഞ്ഞ ബെൽഫാസ്റ്റ് 5 നില വലിയ സംവിധാനം. അതുണ്ടാക്കാൻ തുടങ്ങിയ മുതൽ അവസാനിക്കുന്നത് വരെ, വെള്ളത്തിൽ മുങ്ങണ വരെയുള്ള എല്ലാം അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ബെൽഫാസ്റ്റ് അയർലൻഡ്, എൻ്റെ തലസ്ഥാനം ഡബ്ലിനാണ്. വടക്കേ അറ്റത്ത് കപ്പൽ നിർമ്മിക്കുന്നതിൽ പ്രസിദ്ധമായ, അതിന് മുമ്പ് മുതലേ പണ്ട് കാലം മുതലേ കപ്പലുണ്ടാക്കുന്നു, മനുഷ്യൻ കപ്പലുണ്ടാക്കുന്നു. അവിടെ നിന്നുണ്ടാക്കി അതുവരെ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ കപ്പലിന്റെ സവിശേഷത എന്നാൽ ഈ കപ്പലിന് മുങ്ങാൻ കഴിയില്ല എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തത്. എന്നാൽ കപ്പലുകൾ എങ്ങനെയാണോ മുങ്ങാറുള്ളത് ആ സാധ്യതകളൊക്കെ അടച്ചുണ്ടാക്കിയ കപ്പലാണിത്.
മില്യൺ പൗണ്ട് അതിനുണ്ടാക്കാൻ ചെലവാ. പൗണ്ട് എത്ര 80 ഒരു പൗണ്ട് കൊടുത്ത് 85 റുപ്യ 90 റുപ്യ കൊണ്ട് കിട്ടും ഒരു പൗണ്ട്. അങ്ങനെ 2 മില്യൺ പൗണ്ട് ചെലവഴിച്ചിട്ടാണ് 1912 ടൈറ്റാനിക് ഉണ്ടായി. ഒന്നാം കഴിയില്ല. ദൈവത്തിനും ഇതിനെ തകർക്കാൻ കഴിയില്ല എന്ന് ദൈവവിശ്വാസമില്ലാത്ത അഹങ്കാരികളായ ധിക്കാരികളായ ആളുകൾ പറഞ്ഞു. കാരണം ഏറ്റവും വലിയ എഞ്ചിനീയറാണെന്ന് മുങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെയും പറഞ്ഞാൽ അപ്പൊ അവരവർക്ക് കൂട്ടിയുണ്ടാക്കി ദൈവത്തിന് മുക്കാൻ കഴിയില്ല. 1912 ഏപ്രിൽ മാസം 10-ാം തീയതി അതിന്റെ ആദ്യ യാത്ര തുടങ്ങി. ബെൽഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ട് സദാംചൺ തുറമുഖത്തെത്തി. അവിടെയാണ് കപ്പൽ പുറപ്പെടുന്നത്. സുമാർ ഒരു കൊല്ലക്കാലം മുതൽ അത് ഒരു വിനോദയാത്ര ആവിഷ്കരിച്ച വിനോദയാത്രയിൽ പങ്കെടുക്കാനുള്ള ആളുകളെ വാരി വലിച്ച് കൂട്ടുന്നുണ്ട്. ഏകദേശം ഒരു കൊല്ലം അജണ്ട. ഒന്ന് പിടിച്ച് തിമിറക്കാൻ വേണ്ടി, ആനന്ദിക്കാൻ, ആഹ്ലാദിക്കാൻ, ആസ്വദിക്കാൻ ഒരു അന്താരാഷ്ട്ര യാത്ര. ബെൽഫാസ്റ്റിന് പുറപ്പെട്ട് സതാംപ്ടണിൽ വന്നു. UK ഒരു സ്ഥലമാണ്, സൗത്ത് ആംപ്ടൺ എന്നാണ് എഴുതുക, ശരിക്കും സതാംപ്ടൺ. അവിടുന്ന് ആളുകളെ കയറ്റി. പിന്നെ ഫ്രാൻസിലേക്ക് പോയി. അവിടെ ഷെർബർഗ് എന്ന് പറയുന്ന സ്ഥലം, അവിടുന്ന് ആളുകളെ കയറ്റി. ആളുകളാണ് വിനോദയാത്രക്ക് നേരത്തെ റെഡി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വന്നിട്ട് ഡബ്ലിനിൽ വന്നു, ബെൽഫാസ്റ്റിൽ വന്നു. അവിടുന്ന് അയർലൻഡിൽ നിന്ന് ബുക്ക് ചെയ്ത ആളുകളെ കയറ്റി. പിന്നെ മുന്നോട്ട് പോയി ഇടത്തോട്ട് കഴിഞ്ഞ് വാഷിംഗ്ടണിലേക്ക് പോകണം. അറ്റ്ലാന്റിക് മഹാസമുദ്രം കടന്നിട്ട് വേണം വാഷിംഗ്ടണിലേക്ക്. ഈ യാത്രക്കാരെ കൂട്ടത്തില് 80 മില്യനേഴ്സ് ഉണ്ടായിരുന്നു, ശതകോടീശ്വരന്മാർ. അതിന് പേടിക്കാനൊന്നുമില്ല, മുങ്ങി പോകില്ല, ജീവിതം ആസ്വദിക്കാം. 48 ശതകോടീശ്വരന്മാർ, ഏറ്റവും ഉയരത്തിലുള്ള സമ്പന്നന്മാർ. മറ്റുള്ളവരൊക്കെ സമ്പന്നന്മാരല്ല, അവരൊക്കെ ദിവസങ്ങൾ നിൽക്കുന്ന വിനോദയാത്രക്ക് പൈസ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അറ്റ്ലാന്റിലേക്ക് കടന്നു, വടക്കേ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആ ഭൂമിശാസ്ത്രം അറിയണ വിദ്യാർത്ഥികളും കുട്ടികളും ഉണ്ടാവില്ലേ. തിരിഞ്ഞു പോയപ്പോ എതിരെ ഒരു കപ്പൽ വരും. ആ കപ്പൽ പറഞ്ഞു, സൂക്ഷിച്ചു പോകണം, മഞ്ഞുമലകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മഞ്ഞുമല എന്ന് പറഞ്ഞാൽ അറിയാം, മഞ്ഞിന്റെ കട്ട എല്ലാവർക്കും അറിയാം. നമ്മള് വീട്ടിൽ സൽക്കാരൊക്കെ ഉണ്ടാവുമ്പോ മഞ്ഞിന്റെ കട്ട, ഐസിന്റെ കട്ട ഉണ്ട്. താഴത്തേക്ക് ഇറങ്ങിയിട്ട് വെള്ളത്തിന് മോണം. മഞ്ഞുമല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്ത് വെള്ളം ഉറച്ച് കട്ടിയായി മഞ്ഞ് ആയി ഐസ് ആയി അടിയിലേക്ക് താന്നു നിൽക്കുന്നുണ്ട് എന്നാണ്. മഞ്ഞുമലകൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു പോകാം. സൂക്ഷിച്ചു പോകാണെന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധയില്ലെങ്കിലും ഇത് കാണാൻ കഴിയും. കാരണം 24 മണിക്കൂർ നാളെ ഈ 2:30 മണിക്ക് എന്തൊക്കെ ഉണ്ടായി കടലിൽ, അത് ഇവിടെ ഇന്ന് കാണാൻ കഴിയും. നാളെ എന്തൊക്കെ സംഭവിക്കും നിങ്ങൾ സൗകര്യപ്പെടും. അന്ന് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല, നമുക്കറിയാം. ഏതായാലും ഈ മറ്റേ കപ്പലിന്റെ ഉപദേശം ഇത് നിശേഷം അവഗണിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനകളും മുത്തനബിന്റെ ശാസ്ത്രങ്ങളും നമ്മൾ നിശേഷം അവഗണിക്കുന്നത് പോലെ അള്ളാഹു റസൂൽ പറഞ്ഞ മാതിരിയല്ല ഇവര് പറഞ്ഞത്. ഇത് കപ്പലാണ്, ഇതേ സമുദ്രത്തിൽ, അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. അവർ പറഞ്ഞത് മഞ്ഞുമലകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചു പോകണം. ചുരുക്കി പറഞ്ഞാൽ ആ സൂക്ഷ്മത ഇവർക്ക് പുലർത്താൻ കഴിഞ്ഞാൽ ഇവരിനെ വിനോദിച്ച് ആഹ്ലാദിച്ച് കള്ളോടിച്ച് മത്ത പിടിച്ച് മയക്കുമരുന്ന് കഴിച്ച് പോവുക. 1912 ഏപ്രിൽ മാസം 14-ാം തീയതി ഉച്ചന്റെ മുമ്പ് 11:15 മണിക്ക് മഞ്ഞുമലയിൽ മുട്ടി. കപ്പലയുടെ മുട്ടിയാൻ കണ്ടാൽ കയറാൻ തുടങ്ങി.
കപ്പലിൽ രക്ഷാ സംവിധാനങ്ങളുണ്ടാവും, സുരക്ഷാ സംവിധാനങ്ങൾ, ലൈഫ് ബോട്ട്സ് തുടങ്ങിയ സംവിധാനങ്ങൾ. അങ്ങനെയുള്ള സംവിധാനങ്ങളുടെ 513 പേര് രക്ഷപ്പെട്ടു. ബാക്കി 1552 ആളുകൾ മുങ്ങി മരിച്ചു. എങ്ങനെ മുങ്ങണത്? ഈ 14-ാം തീയതി ഉച്ചക്ക് 11:30 മണിക്ക് മുട്ടിയാൽ വെള്ളം കയറാൻ തുടങ്ങിയാൽ അവര് മരണം ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കും. അവന് ചാടി ഇന്നീ പോയിക്കൂടെ നിൽക്കുന്നില്ല, അതിന് പറ്റൂല, അടുത്തൊന്നും കരല്ല. മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ അതാ. അങ്ങനെ 1552 ആളുകൾ കപ്പലോടുകൂടി പൂർണ്ണമായി അവസാനം മുങ്ങി. രാത്രി ഏകദേശം 12 മണി. മഹാകപ്പലാണ്. കൽക്കരി കൊണ്ടാ ഓടുന്നത്. വലിയ കപ്പലായതുകൊണ്ട് 4 കൽക്കരി സെന്ററുകൾ ഉണ്ടായിരുന്നു. കൽക്കരി ഇട്ടിട്ട് കത്തിക്കാനുണ്ട്. സാധാരണ ഒന്നേ ഉണ്ടാവുള്ളൂ. ആ ഒന്നും കിട്ടുന്ന സ്പീഡിൽ ഇങ്ങനെ പോകും. അള്ളാഹുവിനെ മറികടക്കാൻ കഴിയില്ല. ഈ ആശയം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വമാ കാനൂ സാബിഖീൻ, ആളുകൾക്ക് എന്നെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് സ്ഥാപിച്ചതില്ല. വേറെ സ്ഥലത്തുള്ളത് വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മളൊരിക്കലും മറികടക്കപ്പെടുകയില്ല. സാബിഖാണ് ഇസ്മുഫാഇൽ, മസ്ബൂഖ് എന്നാണ് ഇസ്മുഫൂൽ. രണ്ട് ആശയം എന്നെ മറികടക്കാൻ എന്ത് സംവിധാനമാണ് കയ്യിലുണ്ടെങ്കിലും ശരി കഴിയില്ല. മറ്റോട്ട് പറഞ്ഞു ഞാൻ പിന്നിലാകുക, നിങ്ങൾ മുന്നിലാകുക, ഇങ്ങനെ അവസ്ഥയുണ്ടാവുക. വേറെ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് സൂറത്ത് തൗബയുടെ ആദ്യ ഭാഗം വഅലമു അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ്, വഅലമു നിങ്ങൾ അറിയണം. ഇത് അന്ത്യശാസനമാണ്. ഈ വഅലമു എന്നുള്ളതോടൊന്ന് മാറ്റി വെച്ചാൽ തന്നെ അവിടെ അർത്ഥം ഓക്കെയാണ്. ബാക്കി എന്താ? അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ്, അള്ളാഹനെ അശക്തനാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് മുമ്പ് ഒരു വഅലമു ഫിറ്റ് ചെയ്തിട്ട് വഅലമിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും പറയാം. വഅലമു മണ്ണു അള്ളാഹുവിനെ അശക്തനാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, തീർച്ച എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ ആ ഓർമ്മ നമുക്കുണ്ടാകണം, നമ്മുടെ മക്കൾക്കുണ്ടാകണം, നമ്മുടെ പുതിയ തലമുറക്കുണ്ടാകണം. ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. റമദാൻ പുണ്യങ്ങളൊക്കെ പരമാവധി കരസ്ഥമാക്കണം. അടുത്ത ദിവസങ്ങളിൽ പ്രഭാഷണങ്ങളിൽ കൂടുതൽ വിശദമായി നിങ്ങൾക്ക് ലഭിക്കും. സമയം അറിയാതെ കുറെ പോയി മണിക്കൂറായി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ റമദാൻ കൊണ്ടും ഈ നിസ്കാരം കൊണ്ടും ഈ എത്തിക്കാപ്പ് കൊണ്ടും ഖുർആൻ കൊണ്ടും അള്ളാഹ് കൽപ്പന അനുസരിക്കലുകൊണ്ട് ഏതാണ് നമ്മുടെ ജീവിതത്തിൽ പ്ലസ് പോയിന്റ്സ് മാത്രമേ ഉണ്ടാവും, ഗുണമേ ഉണ്ടാവും, അള്ളാഹുവിന് പ്രീതി ഉണ്ടാവും. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞു തരും. പ്രത്യേക അതിന് സംഭാവന ചെയ്യുമ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചാൽ നമ്മൾ മരിച്ചു പോയാൽ ആ മക്കൾ നമ്മൾ ദുആ ചെയ്യും. ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. ഈ റമദാൻ സ്വാഗതം ചെയ്യുന്ന തൊട്ട് മുമ്പ് ഒരു തൗബ ചെയ്യണം. ഇതാണ് ദോഷങ്ങളിൽ നിന്ന് പേടിച്ച് മടക്കി പ്രശ്നം. അതാണ് സ്വന്തം പറഞ്ഞാൽ അതാണ് ദോഷയും എല്ലാവർക്കും പറഞ്ഞാൽ മതി. എന്നിട്ട് പാപമുക്തനായ റമദാനെ സ്വാഗതം ചെയ്യാനുള്ള ഒരവസ്ഥയാണ്. പിന്നെ റമദാനിൽ ഒന്നാമത്താൻ കൽപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, തറാവീഹ്, വ്രതാനുഷ്ഠാനം, ഇഅ്തികാഫ്, ദാനധർമ്മങ്ങൾ, അത് പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. സഹാബികളുമായി വിശ്വാസം ഉറപ്പിക്കുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇതാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട രണ്ട് ബാധ്യത. അള്ളാഹുവിനോട് കടപ്പെട്ട രണ്ട് കാര്യം. വേറെ രണ്ട് കാര്യം നമ്മൾ സ്വർഗം ചോദിക്കാം. ഒന്ന് ഇസ്തിഗ്ഫാർ, പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ആവശ്യമായ പ്രകൃതിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമ്മൾ ചെയ്യണം. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ നമ്മൾ തന്നെയാണ്. അപ്പം അത്തരം നന്മകളെല്ലാം പരമാവധി ആവർത്തിക്കാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ സൃഷ്ടിച്ച് തരുമാറാകട്ടെ. ചെയ്ത്
നമ്മുടെ പള്ളിയിലെ ദർസ്, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട മറ്റ് ദീനി എൽമി ദാവി കാര്യങ്ങളൊക്കെ അല്ലാത്തതിൽ അകത്ത് ചുരിഞ്ഞു തരുമാറാകട്ടെ. കൂടുതൽ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു തരുമാറാകട്ടെ. അള്ളാഹു ജനങ്ങളെ സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ആൾക്ക് ഈ താല്പര്യമുണ്ടോ? ഞാൻ നന്നാണോ? ഞാൻ നന്നാകണമെന്ന് താല്പര്യം ഇല്ലാത്തൊരാളെ പിന്നെ ആളെ പൊടിച്ചു കൊണ്ടിട്ട് സന്മാർഗത്തിലാക്കും. ഖുർആന്റെ ഹദീസിൽ വ്യക്തമായി പറഞ്ഞത് ذلك بأنهم آمنوا ثم كفروا ثم آمنوا ثم كفروا ثم ازدادوا كفرا لم يكن الله ليغفر لهم ولا ليهديهم سبيلا. ഇന്നത്തെ കണ്ട വാപ്പ ഞാൻ നന്നാവില്ല, അല്ലെങ്കിൽ നന്നാൻ പെട്ടെന്നിട്ട് വരുന്നത് അങ്ങനെ പിടിച്ചുകൊണ്ട് പരിപാടിപ്പെടുത്തേണ്ടി പറഞ്ഞത് ചോദിക്കും. ഞാൻ നന്നാകണമെന്ന വിചാരം ഒക്കെ ഉണ്ടാകും. ചോദിക്കണം അള്ളാഹുവിനോട് ഹിദായത്ത് ഇർഷാദ് സന്മാർഗം ചോദിക്കും. ചോദിച്ചാൽ തരാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ നന്മയുടെ ബന്ധാവിൽ അടിയറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു തരുമാറാകട്ടെ. കഴിഞ്ഞ തവണ ഞങ്ങളുടെ കൂടെ ഉണ്ടായി കുറെ ആളുകളൊന്നും ഇല്ല. അടുത്ത കൊല്ലം ആരുണ്ടാകും നമുക്കറിയില്ല. അനേക റമദാനുകളെ വളരെ സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി റാഹത്തോടു കൂടി സ്വാഗതം ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇനിയുള്ള ദിനങ്ങളിൽ വിശുദ്ധമായ റമദാനിലെ പവിത്രമായ പകലുകളിൽ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പ്രഭാഷണങ്ങളിൽ പ്രധാനമായും ശനിയും ഞായറും ദിനങ്ങളിൽ നമ്മൾ സാധാരണ ഉള്ളതുപോലെ തന്നെ അതിഥികളായ പ്രഭാഷകരുണ്ടാവും. അല്ലാത്ത ദിനങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്ർ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള 12 സൂറകൾ, അതിന്റെ അർത്ഥവും ആശയവും അവതരണ പശ്ചാത്തലവും സാഹചര്യങ്ങളും അതിലെ മതവിധികളും ഇതൊക്കെ ചർച്ച ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുള്ള വൽ അസ്ർ, സൂറത്തുൽ ഹുമസ, അതുപോലെ സൂറത്തുൽ ഫീൽ, സൂറത്തുൽ മാഊൻ, സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ, ഇങ്ങനെ തുടങ്ങി സൂറത്തുൽ ഇഖ്ലാസ് അടക്കം സൂറത്തുൽ മസദ്, സൂറത്തുൽ നസ്ർ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, 12 സൂറകൾ 12 ദിനങ്ങളിലായി. ഇൻഷാ അല്ലാഹ് ദുഹർ നിസ്കാരം കഴിഞ്ഞ് നിങ്ങളൊക്കെ ഉറക്കം വരുന്ന ഒരു സമയം, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മുമ്പേക്ക് ഇങ്ങനെ പിടുത്തം വിടും. ആ 1 മണിക്കൂർ സമയത്തിന്റെ ഉള്ളിൽ ആ ഒരു സൂറകൾ വെച്ച് ചർച്ച ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ആ ഒരു സൂറയെ വിശദീകരിക്കാൻ അതൊന്നും ആവില്ല എങ്കിലും അതൊന്നും അറിയാൻ അള്ളാഹുവിന്റെ ഒരു പള്ളിയിൽ അങ്ങനെ ഒരു സംവിധാനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ മലക്കുകൾ നമ്മെ പൊതിയുകയും അള്ളാഹുവിന്റെ റഹ്മത്തും സക്കീനത്തും നമ്മിൽ വന്നിറങ്ങുകയും ചെയ്യുമെന്ന് നബിയുടെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമാകുന്ന ദിനങ്ങൾ ആയിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാനിലെ ദിനങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂർ നേരം വളരെ അർത്ഥഗർഭമായി നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അഭിനന്ദനായ സാദിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. 11 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ചെറിയൊരു ദുആ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം,
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين وملك الملوك يا الله ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ റഹ്മാനേ അല്ലാഹുവേ പരിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത് ശുദ്ധമായ ഹൃദയത്തോടുകൂടെയാണ് എന്ന് അഭിവന്ദനായ ഉസ്താദുടെ വാക്കുകൾ പറയുകയുണ്ടായി ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ശുദ്ധിയാക്കി ഞങ്ങൾ നിന്നിലേക്ക് മുന്നിടുന്ന റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണമേ അല്ലാഹ് നന്നാവാനുള്ള മനസ്സുള്ളവരെ അല്ലാഹു നന്നാക്കി തരുമെന്നതാണ് വിശുദ്ധമായ റമളാൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റബ്ബേ ഞങ്ങളാരും നിന്നെ ധിക്കരിക്കുന്നവരല്ല ഞങ്ങളാരും നിന്റെ അനുസരണക്ക് നിന്റെ കൽപ്പനകൾക്ക് എതിരെ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല സാന്ദർഭികമായി സാഹചര്യങ്ങളിൽ ഞങ്ങൾ നിന്ന് വന്നുപോയ സകല പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനേ പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ റമളാൻ എന്നല്ല ഞങ്ങളുടെ ജീവിതത്തിൽ റമളാനുകളെല്ലാം അനുകൂലമായി ഞങ്ങൾക്ക് സാക്ഷി നിർത്തണമേ റഹ്മാനേ വിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ റമളാനും നാളെ ഒരുപാട് ആളുകളെ മഹ്ശറയിൽ നിന്ന് കൈപിടിക്കുമത്രേ ഖുർആൻ റമളാൻ ശാഫിഅൻ യസ്ഫഅൻ യൗമൽ ഖിയാമah ഖിയാമത്ത് നാളിൽ വിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ റമളാനും അല്ലാഹുവിനോട് പറയും റബ്ബേ അവരെ നീ സ്വർഗ്ഗത്തിലേക്ക് കടത്തുന്നവർ ഞങ്ങളുടെ ആളുകളാണ് അങ്ങനെ വിശുദ്ധമായ മഹ്ശറയിൽ ഖുർആനും റമളാനും ഞങ്ങളെ തിരിച്ചറിയണമേ റഹ്മാനേ ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് റമളാനും ഖുർആനും കൈപിടിക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണമേ റഹ്മാനേ ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും നീ നന്നാക്കണമേ റബ്ബേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ വലിയ പ്രതീക്ഷകളാണ് റബ്ബേ അവരെ സാലിഹീങ്ങളാക്കണമേ റഹ്മാനേ അനുസരണയുള്ള സന്താനങ്ങളാക്കണമേ റബ്ബേ നിന്റെ റഹ്മത്തിന്റെ ദിനങ്ങളിൽ കരുണ ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരുടെ മുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم